നമസ്കാരം, മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഇന്ത്യയും മാലിദ്വീപും തമ്മിൽ ചെറിയ അസ്വാരസ്യങ്ങൾ ഉടലെടുത്തതും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ചില പ്രശ്നങ്ങൾ വന്ന വിഷയമൊക്കെ നമ്മൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അറിഞ്ഞതാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനവും അതിന് പിന്നാലെ അദ്ദേഹം ഇട്ട ഒരു പോസ്റ്റും അതിന് പിന്നാലെ ആ പോസ്റ്റിനെ വിമർശിച്ച് മാലിദ്വീപിലെ ചില മന്ത്രിമാരും രംഗത്ത് വന്നതായിരുന്നു പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കമായത്. വലിയ രീതിയിലുള്ള ഒരു വിള്ളൽ തന്നെയാണ് ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ ഉണ്ടായത്. പക്ഷേ ആ ഒരു വിള്ളലിനെ നികത്തുന്ന ചില റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതായത് മോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ മാലിദ്വീപ് പ്രസിഡന്റും എത്തും. ആ വാർത്തയുടെ വിശദാംശങ്ങൾ നോക്കാം. നാളെയാണ് മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ. ലോക നേതാക്കന്മാർ ഇന്ത്യയിലേക്ക് എത്തും. 7 ലോക നേതാക്കന്മാർക്ക് ക്ഷണമുണ്ട്. ആ 7 ലോക നേതാക്കന്മാരിൽ ഒന്ന് മാലിദ്വീപ് പ്രസിഡന്റാണ്. നമുക്കറിയാം, ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള പ്രശ്നം ഈ ഇടയ്ക്ക് വലിയ രീതിയിലുള്ള പ്രശ്നമായിരുന്നു ഉണ്ടായത്. പക്ഷേ അതെല്ലാം മറന്ന് അദ്ദേഹത്തെയും ഈ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഞായറാഴ്ച ന്യൂഡൽഹിയിൽ നടക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ക്ഷണം മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയൂസു സ്വീകരിച്ചതായി റിപ്പോർട്ട്. മറ്റു നിരവധി മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥരോടൊപ്പം അദ്ദേഹം ചടങ്ങിൽ പങ്കെടുക്കും എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. മുയൂസുവിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനത്തെക്കുറിച്ച് മാലിദ്വീപ് പ്രസിഡന്റിന്റെ ഓഫീസിൽ നിന്ന് ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല. എങ്കിൽ പോലും അദ്ദേഹം എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ BJP നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം വിജയിച്ചതോടെ തുടർച്ചയായി 3-ാം തവണയും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഒരുങ്ങുകയാണ് മോദി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടർച്ചയായി 3-ാം തവണയും വിജയം രേഖപ്പെടുത്തുമ്പോൾ ആഗോള നേതാക്കളുടെ ആശംസകളും ഒഴുകിയെത്തിരുന്ന ഒരുപാട് ലോക നേതാക്കന്മാർ മോദിക്ക് ആശംസകൾ അറിയിച്ചിരുന്നു. മാലിദ്വീപ് പ്രസിഡന്റ് മുയൂസുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചിരുന്നു. ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് സഹകരിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചു. 2024 ഇന്ത്യൻ പൊതു തിരഞ്ഞെടുപ്പിൽ തുടർച്ചയായി 3-ാം തവണയും വിജയിച്ചതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും BJP നയിക്കുന്ന NTAയ്ക്കും ആശംസകൾ എന്നായിരുന്നു അദ്ദേഹം എക്സിൽ കുറിച്ചത്. നമ്മുടെ ഇരു രാജ്യങ്ങളിൽ സമൃദ്ധിയും സുസ്ഥിരതയും കൈവരിക്കുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് പോസ്റ്റിന് മറുപടിയായി പ്രധാനമന്ത്രിയും രംഗത്തെത്തിയിരുന്നു. ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് അടുത്ത സഹകരണത്തിനായി ആഗ്രഹിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ മഹാസമുദ്ര മേഖലയിലെ ഞങ്ങളുടെ മൂല്യവത്തായ പങ്കാളിയും അയൽക്കാരനുമാണ് മാലിദ്വീപെന്നും ഇന്ത്യൻ പ്രധാനമന്ത്രിയും ചൂണ്ടിക്കാണിച്ചു. ഞങ്ങളുടെ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് അടുത്ത സഹകരണത്തിനായി ഞാനും പ്രതീക്ഷിക്കുന്നുവെന്നും പ്രധാനമന്ത്രി മോദി മറുപടിയായി എക്സിൽ പോസ്റ്റ് ചെയ്തു. കഴിഞ്ഞ വർഷം നവംബർ 17-നാണ് മുയൂസു മാലിദ്വീപ് പ്രസിഡന്റായിട്ട് അധികാരമേറ്റത്. അതിനുശേഷം അദ്ദേഹം ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ എത്തുകയാണെങ്കിൽ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമുള്ള ആദ്യത്തെ സന്ദർശനമായി ഇന്ത്യ സന്ദർശനമായി ഇത് മാറും. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ വിവാദ പരാമർശത്തിൽ 3 മാലിദ്വീപ് മന്ത്രിമാർക്ക് സസ്പെൻഷൻ ഉണ്ടായിരുന്നു. മന്ത്രിമാരായ മറിയം ഷുന, മൽഷൻ ഹസൻ സിഹാൻ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ഈ സംഭവ വികാസങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞ സംഭവങ്ങളാണ്. പ്രസ്താവനയ്ക്കെതിരെ ഇന്ത്യ ഔദ്യോഗികമായി അതൃപ്തി അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു നടപടി സ്വീകരിച്ചത്. പരാമർശം രാജ്യത്തിന്റെ നിലപാടല്ലെന്ന് മാലിദ്വീപ് പ്രസ്താവനയിൽ അറിയിച്ചിരുന്നു. മാലിദ്വീപ് വക്താവ് ഇബ്രാഹിം ഖലീൽ സസ്പെൻഷൻ നടപടി സ്ഥിരീകരിച്ചിരുന്നു. ഇന്ത്യ മാലിദ്വീപിനെ ഔദ്യോഗികമായി അതൃപ്തി അറിയിച്ചിരുന്നു. മന്ത്രിയുടെ പരാമർശം വ്യക്തിപരമാണെന്നും സർക്കാരിന്റെ നിലപാടല്ലെന്നും മാലിദ്വീപ് പ്രസ്താവന ഇറക്കിയിരുന്നു. നരേന്ദ്രമോദി ലക്ഷദ്വീപ് സന്ദർശിച്ചതിന് പിന്നാലെയാണ് മാലിദ്വീപ് മന്ത്രിമാർ വിവാദ പരാമർശങ്ങൾ നടത്തിയത്. ഇന്ത്യ മാലിദ്വീപിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ ശ്രമിക്കുകയാണെന്നാണ് ആരോപണമുയർന്നത്. മന്ത്രിമാരുടെ വിവാദ പരാമർശത്തിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപക പ്രതിഷേധമായിരുന്നു ഉയർന്നത്. മാലിദ്വീപിലേക്കുള്ള 8000 ഹോട്ടൽ ബുക്കിംഗുകളും 2500 വിമാന ടിക്കറ്റുകളും ഇന്ത്യക്കാർ റദ്ദാക്കിയതായുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തുവന്നതാണ്. പിന്നാലെ പ്രശ്നപരിഹാര മാർഗങ്ങളുമായി മാലിദ്വീപ് സർക്കാർ രംഗത്ത് വന്നിരുന്നു. ലക്ഷദ്വീപ് സന്ദർശനത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്നോർക്കലിംഗിൻ്റെതടക്കമുള്ള ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഇത് മാലിദ്വീപിന്റെ ബീച്ച് ടൂറിസത്തിന് തിരിച്ചടിയാകുമെന്ന നിഗമനത്തിലാണ് മാലിദ്വീപ് മന്ത്രിമാർ മോദിക്കെതിരെ പ്രസ്താവന നടത്തിയത്. ഇത് വലിയൊരു ആഭ്യന്തര പ്രശ്നമായി മാറിയിരുന്നു. എന്തായാലും ആ ഒരു തർക്കങ്ങളൊക്കെ മാറ്റി നിർത്തി ആ ഒരു തർക്കം, ആ ഒരു വിള്ളൽ, ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ചെറിയ വിള്ളലൊക്കെ ഉണ്ടാക്കിയ സംഭവമാണത്. എങ്കിൽ പോലും അതെല്ലാം മറന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3-ാം ഊഴത്തിൽ അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ മാലിദ്വീപ് പ്രസിഡന്റ് എത്തുമെന്നാണ് വിവരം.